സ്പെഷ്യൽ ആയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. മഹാൻ എണീറ്റപ്പോ വൈകി ശരിക്കും. വിശന്ന് കഴിഞ്ഞ പിന്നെ ഞാൻ മുന്നും പിന്നെ നോക്കില്ല കേട്ടോ. വിശന്ന് കഴിഞ്ഞ് ഞാൻ റോഡിന്റെ നടുക്കിരുന്ന് തിന്നും. റോഡിന്റെ നടുക്ക്. അത് ഞാനും ജിനുവും തമ്മിലുള്ളൊരു എഗ്രിമെന്റ് ആണ്. പണി കിട്ടി ഗൈസ്. അമേസിംഗ്. റിയലി അമേസിംഗ്. സ്വന്തം ബുബുഡാർലു. I'm really excited to see myself in that gown, so I'm really happy for them. It was missing my family, they couldn't be here. Oh, okay. ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങള് ഇന്ന് ഒരു യാത്ര പോവാണ്. എങ്ങോട്ടാണ്? സ്പെഷ്യൽ ആയിട്ടുള്ളൊരു യാത്രയാണ്. കിരൺ കുമാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ വെറുതെ വിളിക്കണല്ലേ. ഓക്കെ. അപ്പോൾ കിരണിൻ്റെ ട്വിൻ സിസ്റ്റർ ഇവിടെ മാഞ്ചസ്റ്ററിൽ MSc ഇൻ ഫിസിയോതെറാപ്പി പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ ഓൾറെഡി. അപ്പോൾ അതിൻ്റെ ഗ്രാജുവേഷൻ സെറിമണിയാണ് നാളെ. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാനാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ ഇന്ന് പോയി അവിടെ സ്റ്റേ ചെയ്ത് നാളെ കാലത്താണ് പരിപാടി. അപ്പോൾ അതും അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് അന്ന് തന്നെ തിരിച്ചു വരണം. ബിക്കോസ് പിറ്റേ ദിവസം നമുക്ക് എല്ലാവർക്കും ജോലിക്ക് പോകണം. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഇവിടെ നിന്നൊരു 220-230 മൈലോളം ഉണ്ട്. അതായത് 360 അടുത്ത് കിലോമീറ്റർ ഉണ്ട്. 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ടെന്നാണ് കാണിക്കണത്. പക്ഷെ എവിടെയൊക്കെയോ പണി നടക്കുന്നുണ്ട്, ഭയങ്കര തിരക്കുണ്ട്. അപ്പോൾ എത്ര എടുക്കുമെന്ന് അറിയില്ല, ട്രാഫിക്കും ഉണ്ട്. പറ്റുമെങ്കിൽ നമ്മൾ പീക്ക് ഡിസ്ട്രിക്ട് വഴി പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡ്രൈവ് നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ആ കാഴ്ചകളൊക്കെ ഇതിൽ കാണിക്കാം. ഇനി അതല്ല, നമ്മൾ ടോളുള്ള വഴിയാണ് പോണത്. ലേറ്റ് ആയിട്ടെന്ന് വെച്ചാൽ കാണിക്കാൻ പറ്റില്ല. ഡ്രൈവ് അല്ല, വ്യൂ. എന്നാൽ ടോള് കൊടുക്കാതിരിക്കാം. ഞങ്ങള് വീട് വാങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. എന്നിട്ട് അങ്ങനെ ഒരുപാട് ലോങ് ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഡി റൂട്ട് എടുക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നടക്കാണ്, ആ വഴി പോകാൻ പറ്റുമെങ്കിൽ അതിൻ്റെ കാഴ്ചകൾ ഇവിടെ ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പോൾ ഞങ്ങൾ എട്ടപ്പോൾ വൈകി. മഹാൻ എണീറ്റപ്പോൾ വൈകി ശരിക്കും. ഞാൻ എഴുന്നേറ്റിട്ട് 15 മിനിറ്റിനുള്ളിൽ ഞാൻ റെഡിയായി. ഞാൻ വണ്ടിയുടെ ഉള്ളിൽ വന്നിട്ട് അങ്ങനെ എണീറ്റ് എപ്പോഴാ 10:30? വിഷയമില്ല, എഴുന്നേക്കുന്നു എന്നുള്ളത് നല്ല കാര്യം. അപ്പോൾ ഇപ്പൊ 11:30 ഓൾറെഡി. ഞങ്ങളവിടെ എത്തുമ്പോൾ സമയം വൈകും. ഞങ്ങൾ സർവീസിലൊക്കെ നിർത്തിയിട്ട് പോകാന്നാണ് വിചാരിക്കണത്. അപ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടാം ഈ യാത്രയിൽ. അപ്പോൾ നമുക്ക് സർവീസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഇങ്ങനെ വേണമെന്ന് എനിക്ക് ഒരുപാട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. സർവീസ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വലിയ മോട്ടോർ വേയിൽ പോകുമ്പോൾ, അത് ഇവിടെ 70 മൈൽസ് ആണ് സ്പീഡ്. ആ 70 മൈൽസിൽ പോകുന്ന വേറെ ചെറിയ വണ്ടികളൊന്നുമില്ല, കാറുകളും വലിയ വണ്ടികളും മാത്രം പോകുന്ന മോട്ടോർ വേസിൽ ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നവർക്കും അതുപോലെ ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ചെറിയ സ്റ്റേഷൻസ് പോലെ കാണും. അതിനെയാണ് സർവീസസ് എന്ന് പറയുന്നത്. സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പെട്രോളും ഡീസൽ അടിക്കാനുള്ള സൗകര്യം കാണും. എന്താ പറയുക, വെള്ളം, അതായത് വിൻസ്ക്രീൻ വാഷ് ചെയ്യണ ഫെസിലിറ്റി കാണാറുണ്ട്. അതുപോലെ എയർ ഇൻഫ്ലേറ്റ് ചെയ്യാൻ ടയർ പമ്പിൻ്റെ എല്ലാ ഇതും. പിന്നെ അതിനോട് അടുത്ത് തന്നെ ആയിട്ട് ഒരുപാട് ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സും കൂടെ ചെയിനൊക്കെ കലർന്നിട്ടുള്ള ഒരു ചെറിയൊരു ബിൽഡിംഗ് പോലെ കാണും. മിക്കവാറും ഒരു ഹോട്ടലും കാണും. അതായത് ആർക്കെങ്കിലും റെസ്റ്റ് എടുക്കണമെങ്കിൽ എന്നുള്ള കണക്കിന്. അപ്പോൾ ഒരു പ്രീമിയർ ഇന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഹോട്ടൽ കാണാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പല സർവീസസിലും പല കടകളായിരിക്കും. ചിലപ്പോൾ ചിലതിൽ M&S, ബ്രെക്സ്, അങ്ങനെ പല കടകളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് വാഷ്റൂം ഉണ്ടാവും, നല്ല അടിപൊളി ക്ലീൻ വാഷ്റൂം. നമ്മുടെ ഇന്ത്യയിൽ അതൊരു ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ യാത്ര ചെയ്തിട്ട് ഇപ്പോൾ 2-2.5 കൊല്ലമായി നാട്ടിൽ പോയിട്ട്. പക്ഷെ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ഒക്കെ. അപ്പം ഇതുപോലെ നമ്മുടെ നാട്ടിൽ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തെങ്കിലും നടക്കുമായിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ് മുഴുമിപ്പിക്കുന്നില്ല അല്ലേ? അയ്യോ, സോറി. അപ്പം ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് യാത്രകളിലെ വിശേഷങ്ങൾ കാണാം.
എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റോഡിൽ നമ്മൾ പീക്ക് ഡിസ്ട്രിക്റ്റ് വഴി പോകാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ കാഴ്ചകൾ കാണിക്കാം. ചാർജായി ഉറക്കം തൂങ്ങിയിരുന്ന ചാർജായി. ഹാഫ് ഡിസ്റ്റൻസ് ആയി ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു സർവീസിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ സാധാരണ വരുന്ന സർവീസ് സെൻ്റർ അല്ല അത് അല്ലേ? എന്തായാലും നോർമലി റഗ്ബി സർവീസിലാണ് അവിടെ. ഇത് ലെസ്റ്റർ അല്ലേ? ലെസ്റ്റർ എവിടെയാണ് കണ്ടാണ്. അവിടെ ഇവിടെ ഇട്ടാലോ, ഇവിടെ ഇട്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ പോണെങ്കിൽ പോയി കൈയും കാലൊക്കെ ഒന്ന് നിർത്തി. ഹാഫ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഫുഡ് അടിക്കണോ? ഫുഡ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പം അവിടെ പോയിട്ട് കഴിക്കാം. നൈസായിട്ട് ഇടത്തട്ട് തട്ടാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇതിലാണ് ഉള്ളത്. സർവീസിൽ ഇതേപോലെ പല ഷോപ്സ് ഉണ്ട്. ചോപ്പ് സ്റ്റിക്സ്, സ്റ്റാർബക്സ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് ഇടത്തട്ട് തട്ടിയിട്ട് പോവാം. KFC മതിയോ? KFCയോ? നോക്കാം. നമ്മുടെ മാഡം KFCയിലേക്ക് തിരിഞ്ഞു. ഓക്കെ, നമ്മൾ ഇത് ഈ KFCന്ന് ഫുഡ് മേടിച്ചിട്ട് ഇരുന്ന് കഴിക്കുന്ന ഒരു സൂപ്പർ ലൊക്കേഷനിലാണ് കേട്ടോ. അത് നമ്മൾ റോഡിൻ്റെ നടുക്കിരുന്ന് കേട്ടോ കഴിക്കാൻ പോണേ. നമുക്ക് അവിടെ പോയി ഇതിന്ന് മേടിച്ചിട്ട് കേട്ടോ. ലൈറ്റ് തട്ട് തട്ടണമുള്ളൂ. വിശന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ മുന്നും പിന്നെ നോക്കില്ല കേട്ടോ. വിശന്ന് കഴിഞ്ഞ് ഞാൻ റോഡിൻ്റെ നടുക്കിരുന്ന് തിന്നും. റോഡിൻ്റെ നടുക്ക് നോക്ക്. അങ്ങനെ നമ്മൾ സർവീസിൽ നിന്ന് ലൈറ്റായിട്ടൊരു തട്ട് തട്ടി അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ മിക്കവാറും ഇടയിൽ എവിടെ നിർത്താൻ ചാൻസ് ഇല്ല. നേരെ വിടുകയാണ്. നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും നമ്മളൊരാൾ തട്ടി മാറ്റിയതല്ല, ഞാൻ തട്ടി മാറ്റി. അത് ഞാനും ജിനുവും തമ്മിലുള്ളൊരു എഗ്രിമെൻ്റാണ്. നമ്മൾ എവിടെ ട്രിപ്പ് പോയാലും ഹാഫ് ഡിസ്റ്റൻസ് ജിനു ഓടിച്ചോളണം എന്നുള്ളത്. എനിക്കിനി ഒന്നും ആകാനില്ല. ഇപ്പൊ ഡ്രൈവിംഗ് സീറ്റിൽ വേറെ ആളാണല്ലോ. പണി കിട്ടി ഗൈസ്. നല്ല ട്രാഫിക്കാണ്. ഇവിടുന്ന് ഞങ്ങളിപ്പോൾ ട്രാഫിക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ് കൂടുതലായി. 20 മിനിറ്റ് ഒന്നല്ല, അതിന് കൂടുതലായി. എനിക്കും അടുത്തപ്പോൾ ഞാൻ സീറ്റ് എക്സ്ചേഞ്ച് ചെയ്തു. ഇപ്പൊ തന്നെ ഒരു ആംബുലൻസ് ഇതിലെ പോയി. അപ്പൊ ഇവിടെ ആൾക്കാർ സൈഡൊക്കെ കൊടുത്തു. സംഭവം തോന്നണു. കാരണം അപ്പുറത്തെ സൈഡില് വണ്ടിയെ വരുന്നില്ല, വണ്ടികളൊന്നും കാണുന്നില്ല. വലിയ എന്തോ കൊളീഷൻ നടന്നിട്ടുണ്ട്. ഫുള്ള് റോഡ് ബ്ലോക്ക് ചെയ്തേക്കാണ്. കണ്ടു എനിത്തിങ്. വെയിറ്റ് ചെയ്യാൻ നിവൃത്തിയില്ല അല്ലേ? അപ്പൊ വെയിറ്റ് ചെയ്യാൻ. മഴയാണ്. ഒരാളിവിടെ എന്താ ചെയ്യണം? தூங்கிட்டு இருக்கான். കാത്തിരുന്ന് കാത്തിരുന്ന് മഴ നനഞ്ഞ
വെയിറ്റ് ചെയ്യാം. എത്ര നേരം ആച്ചിട്ടാ? 1 മണിക്കൂറായി ഉണ്ടാവോ? 1 hour-ആയി. എനിക്ക് ഉറക്കം വരും. കുഴപ്പമില്ല, ഹോൺ അടിച്ചു. കോൺവെക്കേഷന് പോവാനായി റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ പാസ് മേടിക്കാൻ പോവാണ് അല്ലേ? ഞങ്ങളെ കൂടെ അർച്ചനയുണ്ട്. എവിടെ? അയ്യോ അർച്ചനെ കാണുന്നില്ലല്ലോ. ഓക്കെ, ഇത് നോക്കണേ. അപ്പൊ നമ്മുടെ ഗസ്റ്റുകൾക്കുള്ള പാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോണം. അപ്പൊ അതിന് അമ്പിളിയും അവരൊക്കെ വേറെ വണ്ടിയിൽ പോയി. അപ്പൊ ഞങ്ങൾ പുറകെ പോവാണ്. അപ്പൊ അവിടുന്ന് പാസ് എടുത്തിട്ട് വേണം നമ്മള്. അപ്പൊ അവിടെ നിന്നാണ് അവർക്ക് കോട്ടം കിട്ടണമെന്ന് തോന്നുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്താണ് പരിപാടി. അപ്പൊ അവിടെ നിന്ന് അത് വാങ്ങി 10 മണിയാകുമ്പോഴേക്കും പോകണം. അപ്പൊ അവിടെ ചെന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാം, നിങ്ങളെ കാണിക്കാം അല്ലേ? കാരണം എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്. ഇന്നലെ വന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വന്നു ക്ഷീണമായി പോയി. സാധാരണ 4.5 hours എടുക്കണതാണ് ഞങ്ങൾ. പക്ഷെ വന്നപ്പോൾ 5:30 പോകുന്നത് ഞങ്ങൾ 5:30 ഇവിടെ വന്നപ്പോൾ. അവിടെ റോഡിലൊരു ആക്സിഡൻ്റ് ഒക്കെ ആയി. അവിടെ 1.5 മണിക്കൂർ നമ്മളവിടെ സ്റ്റക്കായി. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാം. അപ്പോൾ നമ്മൾ ഗ്രാജുവേഷൻകാരുടെ എന്താണ് കോട്ടും തൊപ്പിയൊക്കെ മേടിക്കാനൊരു ഹോട്ടലിൽ പോകണമായിരുന്നു. അവർ പോയി അവിടെ എത്തി വാങ്ങി കാണും. ഞങ്ങളിവിടെ പാർക്കിംഗ് നോക്കി സെയിം ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു 3 തവണ നടന്നു. ഇതാണ് ഞങ്ങളുടെ അർച്ചനക്കുട്ടി. അവളുടെ ഇനി അടുത്ത വർഷം സെയിം ടൈം. ഇവിടെ നിന്നല്ലേ വളച്ചത്? അപ്പം ഞങ്ങൾ ഒരേ ഹോട്ടലിൽ നിന്ന് 3 തവണയൊക്കെ വന്നു ഇവിടെ റൗണ്ട് ചെയ്ത്. ഇതാണ് നമ്മുടെ ഗ്രാജുവേറ്റ് ആൾക്കാർ. അർച്ചന ഈസ് ലൈക്ക് കോൺസ്റ്റന്റ് ഫാക്ടർ ഞങ്ങളുടെ കൂടെ. ഇനി ഒരാൾ കൂടെ വരാനുണ്ട്. നമ്മുടെ പുതിയ ആൾ വരുന്നുണ്ട്. ഞങ്ങളുടെ സ്വന്തം ബുബുഡാർലു. I am graduated now. I am done. രണ്ടാളും മാച്ചിന് റെഡൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. Bubu, why? How do you feel about graduating? Really proud of myself. Sleepless nights. Yeah, sleepless nights. Oh my God, stressing assignments. There's lots of stuffs in it. But finally. Got the reward. What do you think about It was a fabulous experience for me. Yeah. It was really a hard work, sleepless nights. Yeah. Definitely hard work pays off. Yeah. Why don't you please mention ChatGPT? Oh no. Why don't you? Archana, what do you feel about them graduating, and how do you look forward for your graduation? I feel nervous. Yeah. Because my results has not been come out. Yeah. And I have a paper to submit. Yeah. But I'm really excited to see myself in that gown, so I'm really happy for them. Yeah, nice. This is Charlotte, Kirti's friend. How do you feel about graduating today? Feeling awesome. Yeah. After so much struggle and hard work, sleepless nights. Yeah. Finally, the day has come for graduation. Yeah. Happy about it? Yeah, very much. Just missing my family. They couldn't be here. Oh, okay. Are you planning to travel? No, I've already traveled back home, so I won't now. Okay. Best of luck. Thank you so much.
Kanna, Yeah. how do you feel about your twin sister I getting? feel so proud about my twin sister. Yeah. Because at this age, Yeah. it is a huge achievement. Yeah. We have seen her struggling enough. Yeah, we have seen her struggling enough, and she have left her kid. boy over there back in India. Yeah, we couldn't. Came here, and I know her struggles personally. Yeah. Yeah, and I feel so proud of her. Yeah. No words. Amazing. Really amazing. Really amazing. ഓക്കെ ഞങ്ങളിവിടെ വെറുതെ പുറത്ത് വെയിറ്റിംഗ് ആണ്. പോസ്റ്റാണ്. ഫംഗ്ഷൻ നടക്കുന്നത് ഇതിനടുത്തുള്ള വേറൊരു ഹാളിലാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഗൗണൊക്കെ കിട്ടുന്ന ഒരു പരിപാടിയാണ്, രജിസ്ട്രേഷൻ പോലെ. അപ്പോൾ അവർ ഓൾറെഡി കിട്ടി. എന്നിട്ട് ഇപ്പോൾ അവരകത്ത് പോയി കാണാം. അവരുടെ എനിക്കാണ് യൂണിവേഴ്സിറ്റിയുടെ വക ഫോട്ടോഷൂട്ട് പോലെ ഉണ്ട്. അപ്പോൾ അതിന് പോയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അവരെന്തോ ഈ സർട്ടിഫിക്കറ്റ് പോലത്തെ ഒരു സാധനം കളക്ട് ചെയ്യും. എന്നിട്ട് അതിനുശേഷം വേറൊരു ഹാളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അതും ഇവിടെ നിന്ന് അടുത്താണ്, വാക്കബിളുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം ഇത് കളക്ട് ചെയ്ത് കുറച്ച് ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളങ്ങോട്ട് പോകും. നിങ്ങൾക്ക് എന്താ വല്ല സബ്ജക്റ്റ് പൊട്ടിയിട്ടുണ്ടോ? ഇനി അടുത്ത ബസ് പറ. ഇനി 3 പേര് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. ആദ്യം ഫ്രണ്ട്, പിന്നെ ബാക്ക്. അവിടെ നിന്ന് പോയി കേപ്പും ഗൗണൊക്കെ മേടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെയാണ് കുറേ പേര് ഫോട്ടോ എടുക്കണേ. ഹലോ കണ്ണാ, ഹലോ. ആ നമ്മൾ അകത്ത് വന്നു. ഗസ്റ്റിനൊക്കെ അവർക്ക് വേറെയാ. ആ അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി. ഗ്രാജുവേറ്റ്സിനൊക്കെ വേറെ സ്ഥലത്താണ് സീറ്റിങ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹാളിലേക്ക് പോവാണ്. മറ്റേ സ്റ്റുഡൻസ് വേറെ ഇതിലൂടെയാണ് പോകുന്നത്. അവർക്ക് വേറെ ഡെഡിക്കേറ്റഡ് സ്പേസസ് ഉണ്ട്. ഓക്കെ, നമ്മൾ മാക്സിമം നല്ല ലൊക്കേഷൻ നോക്കി ഇരിക്കാൻ, നല്ല വീഡിയോ കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ഹാള്. നമ്മൾ ഓൾമോസ്റ്റ് മേലെ ബാൽക്കണി ഗാലറിയിലാണുള്ളത്. അപ്പം ഞാനും അർച്ചനയും ഞങ്ങളിവിടെ സീറ്റിൽ സെറ്റായി. അവർ തുടങ്ങിയിട്ടില്ല പ്രോഗ്രാം. മാത്രമൊന്നുമല്ല, ഞങ്ങളും സെറ്റായി. അനീഷാട്ടുണ്ട്, അവരുടെ ആകാശ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഗസ്റ്റുകളൊക്കെ ഇതിൻ്റെ അകത്ത്. ഞാൻ സ്റ്റേജിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. ഇങ്ങനെയാണ്. സൂം ചെയ്താൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇതാണ്, അവിടെയാണ് സ്റ്റേജ്. ഇവിടെയൊക്കെ മേലെയുണ്ട്. ഓക്കെ, നോ നാസ്ത. വി ആർ ഓൾ ഹംഗ്രി അല്ലേ? Very hungry. ക്ലാസ് ഓഫ് 2025. ഇത്ര ഇങ്ങനെ കിട്ടും കണ്ണ. ഞാൻ ഇങ്ങനെ എടുക്കാം. കണ്ണ ഫോണിലെടുത്ത് 2-3x ഓക്കെ. പ്രോഗ്രാം പതിയെ തുടങ്ങാറായി എന്ന് തോന്നുന്നു.
കേൾക്കുന്ന സോങ് ഉണ്ടല്ലോ അത് ദേ അവിടെ ഒരു പുള്ളി ഇരുന്ന് വായിക്കുകയാണ്. മറ്റേ പള്ളി ചർച്ചിലൊക്കെ ഇങ്ങനെ വായിക്കില്ലേ അതുപോലെയുണ്ട്. നല്ല ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അവിടെ ഒരാളിരുന്ന് വായിക്കാന്ന്. അല്ല കണ്ണ അവിടെ ഓർഗൻ വായിക്കുന്നുണ്ട്. അയാളൊന്ന് പോയിന്റ് ചെയ്ത് കൈ വെച്ച്. അത് തന്നെ അവിടെ ഒരാളിരുന്ന് വായിക്കുകയാണ്. അമ്പിളിതേ ഇവിടെ അമ്പിളി അക്ക കീർത്തി ഇവിടെ 3ാമത്തെ റോയിൽ ഇരിപ്പുണ്ട്. C26 നമ്പർ. ഫോൺ ഞങ്ങളുടെ കയ്യിലായി പോയി. അല്ലെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് അല്ലേ തലതിരിഞ്ഞ് നോക്കാൻ പറയായിരുന്നു. This the last time for some of us. Definitely not the first time for none of us. Learned that the Etoile University career is coming up, and the knowledge of the work that we've done is just enough. But rather than bask in the glory of your achievements, let your thoughts and fears of the future start to creep. Rather than smile and grin with the Batman joke type beam, your face slowly starts to resemble a Michael Jordan crying. What if I was to tell you that you felt like this before, and it's normal, and each time you did, you came up trumps? For the sake of simplicity, I'm going to separate your life into 3 main stages, so that you understand when I say this. School, college, university. All of which pose their own challenges and mean face adversity. Now, aside from puberty and social insecurity, there was more to face in secondary school. You see, teachers had us convinced that we were failing if they felt like we could make it to a future we were stable and thinking by passing our GCSEs. That's immense pressure to put on a young child. Deep here, there's anything to show them for a young man, and you did. Now, you might not have got all A's, but that depends on whether you're set 1 or set 8. Or put that to rest. No need to go on grades and set the letters at the alphabet. Then you went to college, that wasn't easy. Coming to terms with your newfound sense of freedom, being shown subjects in your timetable. I now declare this meeting open. Please be seated. University, graduates and guests, it gives me great pleasure to address you all. Today we celebrate the achievements of our students from the Faculty of Health and Education. During your time with us, you've gained more than knowledge. You've grown into professionals ready to lead and to make your difference. As one of the country's largest providers, ചീറി എങ്ങനെയാണോ കണ്ണ
പുറത്തിറങ്ങിയിട്ട് അവരെ കാണാം അല്ലേ. പുറത്ത് വന്നു. സ്ലോ മോഷനിൽ നടന്നല്ല കുറെ ഫോട്ടോ എടുക്കാൻ നമ്മൾ കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് കൂന്നിയും കൈ കൊടുക്കുന്ന ആൾക്കാരൊന്നും അല്ല. പേര് വിളിക്കുമ്പോ പിന്നെ ഓടാണ്ട് തന്നെ എന്താ ചെയ്യാ. പക്ഷെ ചിലര് സമയം എടുത്തിട്ട് പതിയെ. പക്ഷെ പിന്നെ പിന്നെ അവര് സ്ലോ വിളിച്ചേ ക്യാമറ എടുത്ത് വന്നപ്പോഴേക്കും ഇറങ്ങിയാ. ഇവിടെ ഇവിടെ ഇനി അവിടെ ഇതിലൊക്കെ ഞാൻ പ്രിവ്യൂല് നോക്കണം എങ്ങനെയുണ്ട്. എവിടെ പോണേ? അപ്പോൾ നമ്മുടെ ഗ്രാജുവേഷൻ സെറിമണി കഴിഞ്ഞിരിക്കുകയാണ്. പല ഡിപ്പാർട്ട്മെന്റ് അല്ലേ, 3-4 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. നമ്മുടെ വേഗം കഴിഞ്ഞു. ആസ് യൂഷ്വൽ അർച്ചനുണ്ട് നമ്മളെ കൂടെ. അവർ വേറെ വണ്ടിയിൽ നമ്മളൊരു കഴിക്കാൻ പോകണം. കാലത്തൊന്നും കഴിച്ചിട്ടില്ല. കണ്ണന് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, അളിയനെ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. എനിക്ക് അത്ര ആയിട്ടില്ല, പക്ഷെ ഇപ്പൊ ആവും വിശപ്പ്. ചട്ടിച്ചോറ് വേണം. അത് ഞാൻ കുട്ടനാട് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലാണ് പോണത്. അപ്പോൾ അവിടുത്തെ പൊതിച്ചോറാണ് നമ്മൾ കഴിഞ്ഞാണ് കഴിച്ചത്. രണ്ടാളും കൂടെ, കണ്ണനും ഞാനും കൂടെ. ചട്ടിച്ചോറും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് എനിക്കത് വേണമെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അവിടെ പോയി കഴിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യും. ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം. നാളെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ജോലി ഹേ. അപ്പോൾ അതാണ് പ്ലാൻ. ചലോ കുട്ടനാട്. ആ ഇനി ഞങ്ങൾ വിശന്നിട്ട് വയ്യ. അപ്പോൾ ഞങ്ങൾ കുട്ടനാട്ടിൽ പോയി നല്ല ഫുഡ് കഴിക്കട്ടെ. പാർക്ക് ചെയ്തു. ലോക്ക് ചെയ്തില്ല അവനെ? വണ്ടി ലോക്ക് ചെയ്താ. അപ്പോൾ ഇവരെവിടെയാണ്? അന്ന് വന്നേട്ടാ, നല്ലായിരുന്നു. ആ പച്ചയായിരിക്കോ? കുട്ടനാടല്ലേ? അത് തന്നെ. അപ്പോൾ ഇത് ഞങ്ങൾ കഴിഞ്ഞാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായൊരു കടയാണ് കുട്ടനാട് ടേസ്റ്റ്. അപ്പോൾ അവിടെയാണ് നമ്മളിന്ന് കഴിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഉറക്കം വരണു, വിശക്കണു. വിശന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരുടെ എത്തിയുണ്ട്. ഗൗണൊക്കെ ഊരി കളഞ്ഞ് ഞങ്ങളെല്ലാവരും വിശന്നിട്ട് വയ്യ. തരാം. ടേസ്റ്റാക്കി നമ്മുടെ ഫുഡ് ഐറ്റംസ് വന്നിട്ടുണ്ട്. വിശന്ന് സന്തോഷമല്ലേ എല്ലാവരും മുഖത്ത്. ചിക്കൻ കിഴി പൊറോട്ട ഇതെല്ലാവരും തന്നെ. ഞങ്ങൾ പൊതിച്ചോറ്, കല്ലപ്പം, മുട്ടക്കറി. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അയ്യോ നമ്മൾ സ്റ്റാർട്ടറുണ്ടായിരുന്നു കേട്ടോ. ബീഫ് ഇവിടെ ഇത് പറയുന്നത് ബീഫ് ചിക്കൻ 65. ഓക്കെ വേഗം കഴിക്കാം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് 1-2 ഫോട്ടോസ് കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ യൂണിവേഴ്സിറ്റിയിൽ നമ്മളിവിടെ സ്ഥലത്ത് പാർക്ക് ചെയ്തു. ഗേൾസ് ടച്ചപ്പ് ചെയ്യാണ്. ഇവരുടെ യൂണിവേഴ്സിറ്റി ഇങ്ങനെ പരന്ന് കിടക്കുവാണ്. അപ്പോൾ ഇവിടെ ബ്രിഡ്ജ് ഉണ്ടെന്നോ വീഡിയോ എടുക്കാന്നൊക്കെയാണ് പറഞ്ഞത്. ഇറങ്ങും ആൾക്കാർ റെഡിയായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാം. ഫുഡ് കണ്ടപ്പോൾ ഗൗണൊക്കെ ഊരി കളഞ്ഞവരാണ്. അപ്പോൾ ഇതേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഗൗണൊക്കെ ഇടുകയാണ്. കിരൺകുമാർ ഈസ് കമ്മിങ്. പേ ചെയ്തിട്ട് അവിടെ നിന്ന് വരുന്നുണ്ട് നടന്ന്. My uni, and it's a good building for health professionals. And yes, it's really, the structure is amazing, and inside all the facilities and cafeteria and all the the labs and all setups is just in this building. Yeah, so in business building we just have the business and law students, and this is one classic and fantastic and new style building here.
And which Yeah. degree did you do? I did a master's in human nutrition. Okay. So now I'm graduated. Okay. 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 Let's Yeah. go. Take some more photos. അപ്പോൾ ഇതാണ് അവരുടെ യൂണിവേഴ്സിറ്റി, മാഞ്ചസ്റ്റർ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി. കിരൺ ആൻഡ് കീർത്തി അവിടെ ഫോട്ടോഷൂട്ടിലാണ്. നമ്മളങ്ങനെ പോകുന്നത്. കുറച്ചും കൂടെ ഫോട്ടോ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോയിട്ട് ഉറങ്ങാൻ, അല്ലേ? തൂക്കം വരുന്നത്. മാത്രമല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഇത് നമ്മൾ അന്ന് വന്നാണ്, ഫസ്റ്റ് വന്നപ്പോൾ അവിടെ വന്ന സ്ഥലം. ഒരു കടയുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, ബ്രൂക്ക് പറഞ്ഞപ്പോൾ എനിക്ക് കേട്ടിട്ടുണ്ട്. Can you believe these two are twins? അപ്പോൾ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 1 hourനുള്ളിൽ എത്തും. ഗ്രാജുവേഷനൊക്കെ അടിച്ചു പൊളിച്ചു. ഞങ്ങളുടെ DJI ഓസ്മോയിലെ ഫസ്റ്റത്തെ വ്ളോഗാണത്. ഞങ്ങൾ ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്കിന്ന് മനസ്സിലായി. മാത്രമല്ല നമുക്കങ്ങനെ പ്ലാൻ ചെയ്തൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഒക്കേഷൻ അല്ല. കാരണം ഭയങ്കര ബിസിയാണ് എല്ലാവരും. നമുക്ക് ആക്ച്വലി അത് അവിടെ എന്താ നടക്കുക, എന്താണ് അജണ്ട, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ് എന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഒരു 100-120 പിള്ളേരോളം. 120 ഉള്ളോ? അല്ലാന്ന് തോന്നുന്നു. കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഒരു 3-4 ഡിപ്പാർട്ട്മെന്റിലായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഇത് കഴിഞ്ഞ് സെറമണി കഴിഞ്ഞ് ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവരുടെ റിലേറ്റീവ്സ്, അവരുടെ ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ ഭയങ്കര ഒരു ക്രൗഡ്. നമുക്കപ്പോ എന്താ പറയാ, പ്രോപ്പറായിട്ടൊരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നൊന്ന് പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുപ്പിക്കാനോ അങ്ങനെ അതിനൊന്നും പറ്റിയില്ല. നമുക്ക് കറക്റ്റ് അങ്ങനെയൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കിട്ടുന്ന ആപ്പിലൊക്കെ എന്തെങ്കിലും എടുക്കാന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് ഫുട്ടേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. നമ്മൾ പലയിടത്തായിട്ട് എടുത്തത് ഒരു റോ വീഡിയോ ആവാനേ ചാൻസ് ഉള്ളൂ. ഇനി അത് എഡിറ്റ് ചെയ്യുന്നത് ഒരു വലിയൊരു ക്ലബ് ചെയ്തിടുന്ന കുറെ എന്താ പറയാ സ്ലിപ്പറ്റ്സേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഏതാണ്ട് ഒരു 6 മാസം കൂടിയിട്ടാണ് അല്ലേ മാഞ്ചസ്റ്ററിലേക്ക് വന്നത്. ഏതാണ്ട് മാഞ്ചസ്റ്ററിൽ പോയിട്ട്. അപ്പോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായി അറ്റൻഡ് ചെയ്യുന്ന ഗ്രാജുവേഷൻ സെറമണിയാണ്. ഞാനും. നമുക്ക് ഗ്രാജുവേഷൻ ഒന്നും ഇല്ലപ്പാ. ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ചോടിയാണോ തന്നെ, അത് യൂണിവേഴ്സിറ്റി പോയി പഠിക്കുകയാണോ ചെയ്തത്, എനിക്കൊരു ഓർമ്മയും കൂടെ ഇല്ല. അത് വീട്ടിലേക്ക് വരുവാണോ ചെയ്തത്, വീട്ടിലേക്ക് വരുവാന്ന് തോന്നുന്നു. അപ്പോ നമ്മളിയുടെ ഒരു ഗ്രാജുവേഷൻ സെറമണിയിലൂടെ നമുക്ക് അതിന്റെ ഒരു ഫീല് അനുഭവിക്കാൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇത്ര ഒരു 1-2 മാസമായിട്ട് നമ്മൾ ഓക്കെ ഗ്രാജുവേഷൻ സെറമണി എന്ന് പറഞ്ഞൊരു പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അത് അങ്ങോട്ട് തീർന്നു എന്ന് പറയാം. അപ്പോൾ ഇതുപോലുള്ള ഇനിയും വ്ളോഗ്സുമായി നമ്മൾ വരാം. കീപ് സപ്പോർട്ടിങ് അസ്. മോർ ഐറ്റംസ് ആർ കമ്മിങ്. കുറെ എക്സൈറ്റിംഗ് ആയ കുറെ കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട്. കീപ് വാച്ചിങ്. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയാ, ഞങ്ങള് അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇനിയൊരു വ്ളോഗുമായി വരുന്നത് വരെ ബൈ ഫ്രം ഫാന്റാസ്റ്റിക് ഡ്യുവോ. ബൈ.